ഹായ് ഫ്രണ്ട്സ്, ഹൈടെക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഏക്കർ സ്ഥലത്ത് കഴുങ്ങൻ തൈ നനയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തുള്ളി നന സെറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് മണ്ണെടുത്തിട്ട് PVC പൈപ്പാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 1.5 ഇഞ്ച് PVC ആണ് നമ്മളിവിടെ ഇട്ടിട്ടുള്ളത്. ഈ 1.5 ഇഞ്ചിൽ നിന്നാണ് നമ്മൾ ഓരോ 16 mm ട്യൂബ് വഴിയാണ് നമ്മൾ ലൈൻ എടുത്തിട്ടുള്ളത്. അതിൽ പീകോക്ക് ജെറ്റാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അതൊന്നുകൂടിയും ബെറ്റർ ആണ്. നമുക്ക് വെള്ളം വരുമ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം അറിയാവുന്നതാണ്. നമ്മുടെ പൈപ്പിങ്ങിൻ്റെ പരിപാടികൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഓരോ സെക്ഷനിലേക്ക് വാൾവ് വെച്ചിട്ടാണ് ഓരോ ഭാഗങ്ങളിലേക്ക് നനക്കാൻ ഉദ്ദേശിക്കുന്നത്. മോട്ടർ ഒന്നുകൂടി പവറുള്ള മോട്ടറാണെങ്കിൽ നമുക്ക് 2 ഭാഗമായിട്ട് നനക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ 4 ഭാഗമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സ്ഥലത്ത് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് തുള്ളിനന സിസ്റ്റം ആയിരുന്നു. അപ്പോൾ തുള്ളിനന ആയതുകൊണ്ട് തന്നെ കറക്റ്റ് പ്രോപ്പറായി അവർ ചെയ്യാത്തത് കാരണം നമ്മുടെ തൈക്കളെല്ലാം വാടിയ നിലയിലാണ് ഉള്ളത്. അപ്പോൾ വെള്ളം കറക്റ്റ് ഈ തെയ്യിൻ്റെ കടക്കിലേക്ക് കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ PVCയിൽ നിന്ന് എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമുക്ക് ഇതുപോലൊരു ഹോൾസോ കട്ടർ ഉപയോഗിച്ച് കൈകൊണ്ട് തന്നെ നമുക്ക് ആ ഹോള് ഇടാവുന്നതാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 16 mm കണക്ടർ ഇടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹോള് ഇട്ടതിന് ശേഷം നമ്മുടെ ചെറിയൊരു അരം പോലത്തെ വസ്തു കൊണ്ട് നമുക്ക് ആ ഹോളൊന്ന് കറക്റ്റ് ചെയ്യാം. ഇതാണ് അതിലേക്ക് ഇടുന്ന കണക്ടർ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പുഷും വരുന്നുണ്ട്. കറക്റ്റ് ഹോള് കൈക്കൊണ്ട് തന്നെ ഇടുകയാണ് ബെറ്റർ. ഡ്രില്ല് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹോൾസ് വലുതാവാനും അതുപോലെ തന്നെ ആ ബുഷ് കറക്റ്റായി ഇരിക്കാതെ ലീക്ക് വരാനും ചാൻസ് ഉണ്ട്. ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ബുഷ് കറക്റ്റ് അതിലേക്ക് ഇറക്കിയിടാവുന്നതാണ്. ആ ഗാഡി നമ്മുടെ PVCയിലേക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് ശേഷം നമ്മുടെ കണക്ടർ 16 mm കണക്ടർ അതിലേക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ആ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആ ഒരു ഹോൾസോൻ്റെ സൈഡിൽ തന്നെ ഗ്യാപ്പ് ഉണ്ട്. അതിൽ വെച്ച് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കൈയിന് ചെറിയൊരു ആക്കം കിട്ടുന്നതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ബുഷയിൽ കറക്റ്റായി ടൈറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിന് ശേഷം നമ്മുടെ 16 mm പൈപ്പ് വഴി നമുക്ക് കണക്ഷൻ എടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഈ ബെൻഡിൽ നിന്ന് ഒരു MTA സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കച്ചറ എല്ലാം ആ പൈപ്പ് വഴി ഒരു ത്രെഡ് ആൻഡ് ഗ്യാപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പൈപ്പിലെ കച്ചറകൾ ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഓരോ തൈക്കൾക്കും ഒരു 2 ജെറ്റാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ OHP പമ്പായതുകൊണ്ട് തന്നെ വെള്ളം ഫോഴ്സ് വളരെ കുറവാണ്. നമ്മളിവിടെ ഈ എൻഡ് ഗ്യാപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതാ ഇതുപോലെ ത്രെഡ് എൻഡ് ഗ്യാപ്പ് അഴിച്ച് നമുക്ക് അതിലത്തെ കച്ചറയും മണ്ണ് കയറിയതൊക്കെ വളരെ ഈസി ആയിട്ട് പുറത്തു പോകുന്നതാണ്. എല്ലാ കച്ചറയും പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ എൻഡ് ഗ്യാപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യാവൂ. നമ്മുടെ പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് കയറിയ മണ്ണെല്ലാം ഇതുവഴി ഓപ്പൺ ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇതിനായി നമ്മൾ ചെയ്തിട്ടുള്ളത് 1.5 MTA സെറ്റ് ചെയ്ത് അതിൽ നിന്ന് ഒരു 1.5 ത്രെഡ് എൻഡ് ഗ്യാപ്പ് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ക്ലോസ് ചെയ്തിടാവുന്നതാണ്. നമ്മുടെ കഴുങ്ങിലേക്ക് വെള്ളം ഇപ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയതായിട്ട് നമുക്കൊരു ജെറ്റ് കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു 4 mm ട്യൂബാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൻ്റെ ഹോൾ ചെയ്തതിന് ശേഷം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ജെറ്റ് അതിലേക്ക് പ്രസ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അത്യാവശ്യം വെള്ളം അതിലേക്ക് നമ്മുടെ കഴുങ്ങിന് വേണ്ട വെള്ളം കറക്റ്റായിട്ട് അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് തുള്ളിനനയുടെ അപേക്ഷിച്ച് ഒന്നുകൂടി വെള്ളം നമ്മുടെ കഴുങ്ങിന് കിട്ടാനും അതുപോലെ തന്നെ ആ കഴുങ്ങിന് നല്ല വളർച്ച കിട്ടുവാനും കഴിയുന്നതാണ്.
പിന്നെ നമ്മളെ തെങ്ങിന് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് 2 എണ്ണാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. തെങ്ങിന് വേണ്ട വെള്ളം കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കഴുങ്ങിന് നമുക്ക് ചെറിയ തൈയാണെങ്കിൽ 1 എണ്ണവും വെള്ളത്തിനനുസരിച്ച് നമുക്ക് 2 ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നല്ല രീതിയിൽ നമ്മുടെ തൈക്കളുടെ അടിയിലേക്ക് കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ പീകോക്ക് ജെറ്റ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാന്നാണ് ഇനി കാണിക്കുന്നത്. നമ്മുടെ 16 mm ഹോളിൽ ഏത് സൈഡാണോ നമുക്ക് വേണ്ടത്, തൈക്കളുടെ അടുത്തേക്ക് വേണ്ടത്, അവിടെ നമുക്ക് ഇതുപോലൊരു ഹോള് ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ജെറ്റ് അതിലേക്ക് പ്രസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ്. ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല മനോഹരമായിട്ട് തന്നെ വെള്ളം സപ്ലൈ ചെയ്യുന്നതാണ്.